അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ ഫോക്കസ് അക്കാദമിയുടെ ഫോക്കസിലെ ഏറ്റവും ഉദ്ഘാടന സെഷനിലാണ് ഇന്ന് നമ്മളുള്ളത്. അടുത്ത ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലായി നാം നേരിടാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷയുടെ അറബിക് പേപ്പറിന് വേണ്ട എല്ലാവിധ ക്ലാസ്സുകളും അടങ്ങുന്ന കോച്ചിങ് ഇന്ന് ആരംഭിക്കുകയാണ്. അധ്യാപന രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾക്ക് വേണ്ട കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന് യോഗ്യരാവാൻ വേണ്ടി അതിന്റെ തയ്യാറെടുപ്പിന് വേണ്ടിയാണ് നാം ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് ഒത്തുചേർന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പരീക്ഷ വരെയുള്ള നമ്മുടെ കാലയളവ് വളരെ വ്യവസ്ഥാപിതമായും സമയമൊന്നും പാഴാക്കാതെ എന്നാൽ വളരെ രസകരമായി ഒന്നിച്ച് ഒരൊറ്റ ചിന്തയോടുകൂടെ തോളോട് തോൾ ചേർന്ന് പഠനങ്ങളും മനനങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പഠന സംബന്ധമായ ഗെയിമുകളും ഒക്കെ അടങ്ങുന്ന വളരെ ആവേശകരമായ ഒരു യാത്രക്ക് ഇന്ന് നമ്മൾ ആരംഭം കുറിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഇത് സംബന്ധമായൊക്കെ വിശദമായി, എന്നാൽ കൂടുതൽ സമയം കളയാതെ ഇന്നൊരു ഇനാഗുറൽ സെഷൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ട കേട്ടറ്റ് സംബന്ധമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അത്യാവശ്യം വേണ്ട സംശയങ്ങൾക്കുള്ള നിവാരണവും അടങ്ങുന്ന ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അങ്ങോട്ടുള്ള ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആദ്യമായി നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക തൊട്ട് മുമ്പ് നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 and 4 ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളായിരുന്നു. അത് നാം ഈ ഗ്രൂപ്പിൽ ആ ക്ലാസ് നൽകുന്നതോട് കൂടെ നമ്മുടെ ക്ലാസിന്റെ ഭാഗം തന്നെയാണ് ഈ PYQ സെഷനുകൾ. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം നാം മറ്റു ചില ഗ്രൂപ്പുകളിലേക്ക് കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള വളരെ പ്രവിശാലമായിട്ടുള്ള ഓരോ സബ്ജക്റ്റിലുമുള്ള ഓരോ ക്ലാസ്സുകൾ, മുഴുവൻ ക്ലാസ്സുകളും, ആ ക്ലാസ്സുകളൊന്നും നാം മറ്റാർക്കും പങ്കുവെക്കുന്നില്ല. അത് നമ്മുടെ ഈ ബാച്ചിന് മാത്രമുള്ളതാണ്. ഏകദേശം ഒരു 90 റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ, അത്രയും ക്ലാസ്സുകൾ നമുക്ക് ഈ ബാച്ചിന് നമുക്ക് മാത്രമായിട്ട് സെഷൻ ഉണ്ടാകും. അതിന്റെ കൂടെ ഒരു ബോണസ് എന്നുള്ള നിലക്ക് കൂടെയാണ് നമ്മുടെ ഈ തുടക്കത്തിലുള്ള PYQ ഏതാണ്ട് ഒരു 13-14 സെഷനുകളായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ വളരെ വിശാലമായിട്ട് നമുക്ക് നടത്താനുണ്ട്. അപ്പൊ ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. അത് സംബന്ധമായും പിന്നെ ഷെഡ്യൂൾ സംബന്ധമായും ഒക്കെ വരുന്ന സംസാരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ സുലൈമാൻ സാറാണ്. നമ്മുടെ ഫോക്കസ് അക്കാദമിയുടെ പ്രധാന അഡ്മിന്മാരിൽ ഒരാളാണ് അദ്ദേഹം. സാറെ വളരെ കൃത്യമായി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം പരീക്ഷാ സംബന്ധമായ കേട്ടറ്റ് കോഴ്സ് സംബന്ധമായി, കേട്ടറ്റ് പരീക്ഷ സംബന്ധമായ വിശകലനം നടത്തി അത്യാവശ്യം വേണ്ട സംശയങ്ങൾക്ക് നിവാരണങ്ങളൊക്കെ നിർവഹിച്ച് ചർച്ച ചെയ്യുന്നത് ഖാലിദ് സാറാണ്. അദ്ദേഹം ഫോക്കസ് അഡ്മിന്മാരിൽ ഒരാളും അതോടൊപ്പം MES മമ്പാടിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടിയാണ്. സാറേയും വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അത് കഴിഞ്ഞ് നമ്മോട് ബാക്കി മറ്റു കാര്യങ്ങളുമായി സംസാരിക്കുന്നത് നസറുദ്ദീൻ സാറാണ്. നസറുദ്ദീൻ സാറും നിങ്ങൾക്ക് ഏവർക്കും പരിചയം ഉണ്ടായിരിക്കും. ഫോക്കസ് അഡ്മിന്മാരിൽ ഒരാളും അതോടൊപ്പം സീനിയർ റിസർച്ച് ഫെലോയാണ്. MES മമ്പാട് കോളേജ് ഗവേഷക വിദ്യാർത്ഥി കൂടിയാണ്. സാറേയും വളരെ കൃത്യമായി സ്വാഗതം ചെയ്ത് അതിലുപരി ഈ എന്റെ ശബ്ദം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഫോക്കസ് അക്കാദമിയുടെ പുതിയ മെമ്പർമാരായി വന്ന ഒരുപാട് പേർ നമ്മുടെ ഈ കൂട്ടത്തിൽ, പഴയ ഫോക്കസിനെ അറിയുന്ന ആളുകളുമുണ്ട്, അതോടൊപ്പം പുതുതായി വന്ന നിരവധി പേർത്തിലുണ്ട്. എല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ മീറ്റിംഗിലേക്കും അതോടൊപ്പം ഫോക്കസ് ഫാമിലിയിലേക്കും സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇനി നമ്മോട് സംസാരിക്കുന്നത് ഈ പ്രൗഢമായ ഉദ്ഘാടന സദസ്സ് ഉദ്ഘാടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ സുലൈമാൻ സാറാണ്. സുലൈമാൻ സാറെ സാദരം സംസാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. റമദാനിന്റെ തിരക്കുണ്ട്. അതിലുപരി തുടങ്ങാനിരിക്കുന്ന ഒരു കോഴ്സ്, കേട്ടറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതു നിമിഷത്തിൽ കൂടിയാണ് നമ്മൾ ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ നാമത്തിൽ നല്ലൊരു പ്രാർത്ഥനയോടുകൂടി
ഏതൊരു ഉദ്ദേശത്തിലാണോ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്, ആ ഉദ്ദേശങ്ങളൊക്കെ നല്ല രൂപത്തിൽ നിർവഹിക്കപ്പെടട്ടെ, സാധ്യമാവട്ടെ, എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ ഒരു മീറ്റിംഗ് ഇവിടെ ആരംഭിച്ചതായിട്ട് അറിയിക്കുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. റമദാൻ ആരംഭിച്ചു. റമദാനിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മുഴുകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഏറ്റവും നന്നായി കേട്ടറ്റ് പരീക്ഷയ്ക്ക് എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് അവരുടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളുടെ കൈകളിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം ഇതിലെ സിലബസും കംപ്ലീറ്റ് പഠിച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു യാത്രയിൽ ആവണം. ആ രൂപത്തിലേക്കുള്ള ഒരു നിർദ്ദേശമാണ് ഫോക്കസിന് നൽകാനുള്ളത്. കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. റമദാനാണ്. നേരത്തെ സ്വാഗത സംസാരം നിർവഹിച്ചതുപോലെ ഉസാമ സാർ സൂചിപ്പിച്ചല്ലോ, നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നസറുദ്ദീൻ സാർ അവർക്ക് ഫോക്കസിന്റെ അഡ്മിൻ ആയിട്ടുള്ള അവര് നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി അവര് എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയാലും 1% ആളുകൾക്ക് മാത്രം ലഭിക്കപ്പെടുന്ന JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, റിസർച്ച് PhD കഴിയുന്നത് വരെ അവർക്ക് ഫെലോഷിപ്പ് ലഭ്യമാകുന്ന, അതിലേക്ക് സെലക്ഷൻ കിട്ടുന്ന രൂപത്തിൽ ഉന്നത വിജയം നേടാൻ അവർക്ക് പറ്റിയത് ഇതുപോലെ ഒരു റമദാൻ മാസത്തിലാണ്, അല്ലെങ്കിൽ ഈ റമദാനിൽ തുടങ്ങിയിട്ടുള്ള പഠനത്തിലാണ്. നെറ്റ് എക്സാമിന് വേണ്ടി റൂമെടുത്ത് കോഴിക്കോട് ഖാലിദ് സാറും ഞാനും നസറുദ്ദീൻ സാറും പഠിക്കാനിരുന്നത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള ഒരു തുടക്കം ഇന്നാണ്. എന്താ അങ്ങനെ തുടങ്ങുന്നത്? ഇതൊരു പരീക്ഷ നമ്മൾ മാത്രമല്ല പരീക്ഷ എഴുതുന്നത്. നേരത്തെ പറഞ്ഞ നസറുദ്ദീൻ സാറുടെ നെറ്റ് സെറ്റ് പോലുള്ള പരീക്ഷയ്ക്കുള്ള ഒരുക്കം പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴാണ്. SSLC പരീക്ഷ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ടതില്ലല്ലോ, അതിന്റെ സമയമാണ് ഇപ്പോൾ. പ്ലസ് വൺ പരീക്ഷ ഈ മാസം 6-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. +2 പരീക്ഷ പ്രിലിമിനറി അടക്കമുള്ള +2 പരീക്ഷ 3-ാം തീയതി 4-ാം തീയതി തുടങ്ങുകയാണ്. പിന്നെ ഡിഗ്രി ഫൈനൽ ഇയർ BA അഫ്ലലും അടക്കമുള്ള BA BCom പരീക്ഷകൾ ഈ മാസം 20 മുതൽ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വരുന്ന 9-ാം തീയതി PG ഡിസ്റ്റൻസ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു അവരുടെതൊക്കെ ഈ മാസം 9-ാം തീയതി ഞായറാഴ്ചയാണ് ഫസ്റ്റ് എക്സാം. പിന്നെ PSCയുടെ 2 പരീക്ഷകളും നമ്മളെ നോമ്പ് കഴിഞ്ഞ ഉടനെ ഏപ്രിൽ മാസത്തിൽ വരാനിരിക്കുകയാണ്. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നെറ്റ് എക്സാം, എല്ലാ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ മാത്രമൊന്നല്ല, നോമ്പാണ്, നോമ്പിന് തന്നെ ഇപ്പൊ തുടങ്ങിയിട്ടോ, നോമ്പ് 1-ന് തന്നെ തുടങ്ങിയിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ വെറുതെയാണ്. നോമ്പിന് കുറച്ചുകൂടി നമുക്ക് സാഹചര്യങ്ങൾ ലഭ്യമാവും. കേട്ടറ്റ് പഠിക്കുന്ന ആൾ ഒരു പക്ഷേ ഡെയിലി വേജ് ആയെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് വൈകുന്നേരം വരെയുള്ള ജോലിയിൽ കുറച്ച് ഇളവ് ലഭിക്കും. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അതുപോലെ അവസാന പോർഷനൊക്കെ കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഒരു ഇളവുണ്ടാവും. ഉച്ചയാകുമ്പോഴേക്കും കാര്യങ്ങൾ കഴിയും. പിന്നെ സാധാരണ നോർമലി ഇതൊന്നിലും പെടാത്ത അടുക്കളയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് റമദാനിൽ കുറച്ചെങ്കിലും ഒരു ഇളവ് അവിടെയും ലഭിക്കും. ഇങ്ങനെ തുടങ്ങി പല നേട്ടങ്ങൾ പോസിറ്റീവായ ചിന്തയിലൂടെ റമദാനിൽ നമുക്ക് ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി JRFിലേക്ക് ഒക്കെ എത്താൻ, അല്ലെങ്കിൽ SSLCയിലൊക്കെ വലിയ ഉന്നതിയിലേക്ക് എത്താൻ പരിശ്രമിക്കുന്ന പോലെ നിർബന്ധമായും കേട്ടറ്റ് കിട്ടാൻ നമുക്ക് ശ്രദ്ധിക്കും. എത്ര വെയിലും ചൂടുണ്ടായപ്പോഴും നമ്മൾ നോമ്പിനെ ഫോക്കസ് ചെയ്തത് കൊണ്ട് ദാഹമറിയാത്തതുപോലെ, എത്ര ഈ സമയത്ത് പോലും പല യാത്രകളും പലതും ഉണ്ടായിട്ട് പോലും നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതൊക്കെ മാറ്റിവെച്ചതുപോലെ നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് എന്ന പേര് സൂചിപ്പിക്കും പ്രകാരം നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനും അതിനനുസരിച്ച് അതിനനുസരിച്ച് ഓരോന്നും അടുക്കി വെക്കാനും ഓരോ സ്റ്റെപ്പുകൾ ബ്രിക്ക് ബൈ ബ്രിക്ക്, ഒരു ബ്രിക്കിന് ശേഷം മറ്റൊരു ബ്രിക്കിലേക്കുള്ള സ്റ്റെപ്പ് പോലെ, ഒരു ചവിട്ടുപടിക്ക് ശേഷം അടുത്തൊരു ചവിട്ടുപടി പോലെ ഏറ്റവും നന്നായി ക്രമീകരിച്ച് എൻ്റെ സംസാരത്തിന് ശേഷം കൃത്യമായ നിർദ്ദേശങ്ങൾ ഖാലിദ് സാറും നസറുദ്ദീൻ സാറും ഒക്കെ നൽകുന്ന എങ്ങനെയാണ് അതിനെ പഠിക്കേണ്ടത്, ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠനവും കാര്യങ്ങളൊക്കെ നോമ്പിന് തന്നെ ആരംഭിച്ച് നോമ്പിന്റെ പകലുകളും ഒക്കെ ആ രൂപത്തിൽ ഇബാദത്തിനോടൊപ്പം തന്നെ ഉപയോഗപ്പെടുത്തി ഇപ്പൊ തന്നെ തുടങ്ങി വെച്ച് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരും ഈ ടീമിൽ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മുഴുവൻ ഏറ്റവും അധികം നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന കഴിഞ്ഞ ടേമിലൊക്കെ പോലെ തന്നെ മറ്റു കോച്ചിങ് സെന്ററുകളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും അധികം റിസൾട്ട് വരുന്ന
ഒരു ടീമായി വരുന്ന ജൂണിലേക്ക് ഒക്കെ ഒരുങ്ങി അതിനൊക്കെ ടീച്ചിങ് മേഖലയിൽ സജീവമാവാൻ ആഗ്രഹിക്കുന്ന PhD-കൾ ഉദ്ദേശിക്കുന്ന ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അതിന് ഒരുങ്ങുക, അതിന് സന്നദ്ധമാവുക. റമദാന്റെ ഈ പകലിൽ പോലും ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. എല്ലാവിധ പിന്തുണയും എല്ലാവിധ സപ്പോർട്ടും അറിയിച്ചുകൊണ്ട്, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് ആ രൂപത്തിൽ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സർവശക്തൻ തുണയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ നല്ല നാളുകളിലെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തി ഈ സംസാരം ഇവിടെ ചുരുക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ, ബറകല്ലാഹു ഫീക്കും. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇനി നമ്മോട് സംസാരിക്കുന്നത് കേട്ടിട്ട് പരീക്ഷാ സംബന്ധമായും അനുബന്ധ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ സംസാരം നിർവഹിക്കുന്നത് ഖാലിദ് സാറാണ്. വളരെ ഹൃദ്യമായി ഖാലിദ് സാറ് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഫോക്കസ് അഡ്മിൻസ്, ഏറെ പ്രിയങ്കരായ കേട്ടറ്റ് പഠിതാക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ പോലെ വിശുദ്ധ റമദാനിന്റെ ആദ്യ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ക്ഷീണവും കാര്യമൊക്കെ നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഒരു കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് കാരണം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സമയത്തും, എന്ന് വെച്ചാൽ നോമ്പെടുത്തു, നല്ല ചൂടാണ്, പുറത്തൊക്കെ പോയി വന്ന ആളുകളുണ്ടെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടാവും. എന്നിട്ട് പോലും ഈ സമയത്ത് ഇത്രയും ആളുകൾ ലൈവിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ചൂടും ചൂരും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. ആ അർത്ഥത്തിൽ അഡ്മിൻസ് എന്ന നിലയിൽ, ഇതിനെ ലീഡ് ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. അത് ഈ ഒരു റെഡിനെസ് നിങ്ങൾ എക്സാം വരെ തുടർത്തുകയാണെങ്കിൽ, നമ്മൾ പറയുന്നു നമ്മുടെ ഓരോ കോഴ്സ് കഴിയുമ്പോഴും അതിൽ ശേഷം വിദ്യാർത്ഥികൾ നമുക്ക് നൽകുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച്, സാർ നിങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുള്ള നോട്ട്സ് ഇത് കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കേട്ടറ്റ് എന്നുള്ളത് മാത്രമല്ല, PSC മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ എന്തായിരുന്നാലും വഴി തെളിയിക്കും എന്നുള്ളത് പലരും നമ്മോട് പങ്കുവെച്ചതും അവർക്ക് അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റുകളിലൊക്കെ PSC ലിസ്റ്റ് വന്നപ്പോൾ അതിലൊക്കെ നമ്മുടെ ആദ്യ കേട്ടറ്റ് ഗ്രൂപ്പിലുള്ള പഠിതാക്കൾ ലിസ്റ്റിൽ വന്ന ആളുകളുണ്ട്. അവരൊക്കെ അന്ന് കേട്ടറ്റിന് വേണ്ടി അവർ നടത്തിയ ഒരു പ്രിപ്പറേഷൻ, അത് പിന്നീട് കുറച്ചുകൂടെ ഒന്നുകിൽ നമ്മുടെ ഫോക്കസിലെ തന്നെ PSC ബാച്ചിലോ അതല്ലെങ്കിൽ സ്വന്തമായ പഠനത്തിലൂടെയൊക്കെ വ്യവസ്ഥാപിതമായ ഒരു പഠനം പിന്നീട് അവർ കൊണ്ടുവന്ന് അവരിപ്പോൾ ലിസ്റ്റിലെത്തി ഇൻഷാ അല്ലാഹ് ജോലിയിലേക്ക് കയറി അല്ലെങ്കിൽ കയറാനിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിന്റെ രൂപത്തെ കാണണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അങ്ങനെ പറയാനുള്ള കാരണം, നോമ്പായത് കൊണ്ട് നമുക്കൊരു നെഗറ്റീവ് ചിന്ത ഒരിക്കലും വരരുത് എന്നുള്ളത് കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം വളരെ വിലപ്പെട്ട സമയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു റമദാനിലെ നിമിഷങ്ങൾ നമുക്ക് ആത്മീയമായ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, സംശയമല്ല. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഇതേ ഒരു സമയത്ത് വരുമ്പോൾ അതിനും നമ്മൾ അതിൻ്റെതായ ഒരു വില നമ്മൾ നൽകാതിരുന്നാൽ സ്വാഭാവികമായിട്ടും മത്സര പരീക്ഷകൾ എന്ന നിലയിൽ നമ്മളവിടെ ചെറിയ പരാജയം നമ്മളവിടെ നേരിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഒരു കോഴ്സിന്റെ തുടക്കത്തിലുള്ളത്. എന്നാൽ ആദ്യം എനിക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാനുള്ളത്, ഈ ഒരു കോഴ്സിൽ പിന്നെ പുതിയതായി നമ്മളിപ്പോൾ കഴിഞ്ഞ നമ്മുടെ ബാച്ചിലുള്ള കുറച്ച് ആളുകൾ ഈ ഒരു ബാച്ചിലും തുടരുന്നുണ്ട്. അതല്ലാതെ പുതിയതായി ജോയിൻ ചെയ്യുന്ന എത്ര പേര് ഇപ്പൊ ലൈവിലുണ്ട്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ ഒരു ഹാൻഡ് റൈസ് ഓൺ ചെയ്താൽ നന്നായിരുന്നു. പെട്ടെന്ന് വരട്ടെ. ഇനിയുണ്ടല്ലോ, ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് വിടാം, അതല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. അപ്പോൾ കുറെ ആളുകൾ കാണുന്നുണ്ട്. ഏതായിരുന്നാലും
എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇന്നിപ്പോ നിങ്ങൾ ഈ ഒരു തുടക്കത്തിൽ നിങ്ങൾക്കുള്ള ആവേശം എത്രത്തോളം ഉണ്ടോ, ഇതേ രൂപത്തിൽ നമ്മൾ എക്സാം വരെ നമ്മൾ ലൈവായി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നുവെച്ചാൽ ലൈവ് ക്ലാസ്സിൽ ഉണ്ടാവുക എന്നുള്ളതല്ല, ലൈവ് ക്ലാസ് ഉള്ള ദിവസങ്ങളിലൊക്കെ പരമാവധി ഹാജരാവണം, അത് വേറെ. നിങ്ങൾക്ക് ലൈവിൽ അഥവാ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതിന്റെ വീഡിയോ റെക്കോർഡഡ് ലിങ്ക് അതുകൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അത് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ, കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ നന്നായി തിരിച്ചറിയണം. കാരണം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു മാസം ഈ ഒരു നോമ്പിൻ്റെത് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പിന്നോട്ടടിച്ച് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചൊന്ന് അമാന്തിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നോമ്പിന് ശേഷം ഉഷാറായി തുടങ്ങാന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ നമുക്ക് ഈ കോഴ്സ് വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോവാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തുടങ്ങിയാലാണ്, ഈ ഇപ്പൊ കേട്ടറ്റിനായിരുന്നാലും ഒരുപാട് ഏരിയകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഓറിയന്റേഷന്റെ ക്ലാസ്സിന്റെ രൂപം നിങ്ങൾക്ക് ഇൻഷാല്ല നാളെ ലഭിക്കുന്നതായിരിക്കും, ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോ അതില് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം, നമുക്ക് എത്ര ഏരിയ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത്. എന്നാൽ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രൂപത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിലബസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഏരിയകളൊക്കെ നമ്മൾ ഒറ്റയടിക്ക് പഠിച്ചെടുക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും പ്രായോഗികമല്ല. ഇനി സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളവും അറിയാം, അത് ഒരുപാട് തവണ ഒരുപക്ഷെ ക്ലാസ് കേട്ടവരും നോട്ട് വായിച്ച ആളുകളാണെങ്കിലും ഒക്കെ നമ്മൾ എക്സാം അടുക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതില്ലാതിരിക്കാൻ തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ റമദാനാണ് എന്നുള്ളതൊന്നും നമ്മൾ അത്ര തന്നെ ശ്രദ്ധിക്കാതെ ഈ ഒരു കോഴ്സ് നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പഠനം സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാനാണ്. പക്ഷെ അത് നിങ്ങൾ കൂടെ തന്നെ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെയാണ്. കാരണം ഓരോ സമയത്തും ഏത് എക്സാമുകളായിരുന്നാലും കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിനെ കുറിച്ച് നല്ലൊരു ധാരണ ലഭിച്ച് പഠനം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ഓരോ പേപ്പറിലെയും കേട്ടറ്റ് 3 അതേപോലെ തന്നെ കേട്ടറ്റ് 4 ഇതിൽ ഏകദേശം നമുക്ക് ഒരേപോലെ തന്നെയാണ് പഠിക്കാനുള്ളത്. പഠിക്കേണ്ട ഏരിയ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് 2 ക്വസ്റ്റ്യനും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് തന്നെയാണ് ഉണ്ടാവുക. അതിലിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ അറബിക്കിന്റെ പേപ്പർ എടുക്കുകയാണെങ്കിൽ, അറബിക്കിൽ നമുക്കറിയാം എൽമുൻ നഹവ്, അറബിക് ഗ്രാമർ, അതുപോലെ തന്നെ റിട്ടോറിക് ആൻഡ് പ്രോസഡി, എൽമുൽ ബലാഗ, എൽമുൽ അറോള്, പിന്നെ അറബിക് പെഡഗോജി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അല്ലെ. 30 ക്വസ്റ്റ്യൻ, അതിൽ 30 മാർക്കിന് നമുക്ക് അറബിക് പെഡഗോജിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിലൊക്കെ ക്വസ്റ്റ്യൻ വന്ന രൂപം കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ഓരോ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗുണമുണ്ട്. ഇപ്പൊ ഒരുപക്ഷെ നഹവൊക്കെ കലക്കി കുടിച്ച ആളുകൾ ഉണ്ടാവും, എന്നാൽ പോലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നാൽ അവിടെ ഇങ്ങനെ ചിലപ്പോൾ ഒരു അമാന്തിച്ച് നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എക്സാം ഓറിയന്റഡ് ആയ ഒരു പഠനവും കൂടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോഴേ നമുക്ക് ഒന്നുകൂടെ അത് എളുപ്പമാവുള്ളൂ. അപ്പൊ അതിനു കൂടെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആദ്യം തന്നെ ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടെ ഉണ്ടാവണം എന്നാണ് എല്ലാവരോടും ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഇനി ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളും അഥവാ മുമ്പൊക്കെ 1-2 തവണയൊക്കെ എഴുതിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അതേപോലെ തന്നെ ആദ്യമായി തുടങ്ങിയ ആളുകളും ഉണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ 1-2-3 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് കിട്ടാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു മനപ്രയാസവും കാര്യമൊക്കെ ഉണ്ടാവും. എന്നാൽ ചിലപ്പോൾ നന്നായി പ്രിപ്പറേഷന് സാധിച്ചിട്ടുണ്ടാവില്ല മുമ്പ്. ഒരുപക്ഷെ കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ആ സമയത്തും ഉപയോഗപ്പെടുത്താൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല. ഇനി നമ്മുടെ കഴിവിന് പരമാവധി ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എക്സാമിന് അത്ര തന്നെ ശോഭിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അറിയേണ്ടത്, ഒന്ന് നമുക്ക് ഏറ്റവും പ്രധാനം ഇതിലുണ്ടാവേണ്ടത്, എക്സാം ഇത്തവണ ഞാൻ ക്വാളിഫൈ ചെയ്യും എന്നുള്ള ഒരു ഉത്തമമായ ഉറച്ചമായ ബോധ്യം നമുക്കുണ്ടാവണം.
അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കോഴ്സിനൊക്കെ നമ്മൾ ഫീ അടച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ ക്ലാസ് ഇങ്ങനെ ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും, അതേപോലെ ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ചെറിയ സമയമൊക്കെ അനുസരിച്ച് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ടാവും. എന്നാൽ സിസ്റ്റമാറ്റിക് ആയി നമ്മുടെ പഠനം നമ്മൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകില്ല. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്തവണ ഞാൻ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. അത് ഇതിന്റെ അഡ്മിൻസോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ കാരണം ചിലപ്പോൾ നമ്മളാവില്ല, നമ്മളെ പ്രേരിപ്പിച്ച മറ്റാരെങ്കിലും ആയിരിക്കും. അവരൊന്നും വിചാരിച്ചാൽ പോലെ നമ്മൾ തന്നെ വിചാരിക്കണം, കേട്ടിട്ട് ഞാൻ ക്വാളിഫൈ ഇത്തവണ ചെയ്യും എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഉറച്ചൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് നമ്മൾ പഠന രീതിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ പഠനം എളുപ്പമാവാം. അപ്പൊ നമുക്ക് ഒരു കുറെയൊക്കെ തടസ്സങ്ങൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും, നീങ്ങിക്കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ഒരു 3, 4, 5 മാസമൊക്കെ ചിലപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ എടുക്കും. എന്നിട്ട് ഈ 3 മാസം നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോകുന്നത് എന്തായിരുന്നാലും കുറച്ച് ആളുകളൊക്കെ അറിയും അല്ലെ, നമ്മൾ കേട്ടിട്ട് എഴുതുന്നുണ്ട് എന്നുള്ളത് അറിയുന്ന കുറച്ച് ആളുകളുടെ, ഒന്ന് നമ്മുടെ വീട്ടിലത്തെ ആളുകൾ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുടുംബിനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും അറിയാത്ത കുടുംബം ഉണ്ടാവില്ല. കുറെ അവരുടെ വീട്ടുകാരുടെ പിന്നെ എന്താണ് പറയാ, ചില സമയങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കുട്ടീനെ നോക്കാന് നമ്മൾ ഉമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതിൽ സഹോദരിമാരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എക്സാമിന് പോകുമ്പോൾ എന്തായിരുന്നാലും ചിലരെയൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ എക്സാമിന് ചിലപ്പോൾ നമ്മൾ വായിക്കുന്നൊന്നുണ്ടാവില്ല, എന്നാലും നമുക്ക് പറയാൻ ഉണ്ടാവുക തന്നെ ആയിരിക്കും, കേട്ടിട്ട് എക്സാം ഉണ്ട് അതിന് നോക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പലരോടായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അവരൊക്കെ നാളെ നമ്മൾ എക്സാം കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും, എന്തായി, കേട്ടിട്ട് എന്തായി, കിട്ടിയോ? അല്ല, അന്ന് കേട്ടിട്ട് എഴുതിയില്ലേ, എന്തായി, കിട്ടിയോ? ഇതിങ്ങനെ ഈ ചോദ്യം നമ്മളുടെ മുമ്പിൽ നിന്ന് പോകൂല. അപ്പോ അത് നമ്മൾ പലരും അനുഭവിച്ച ആളുകളായിരിക്കും. പക്ഷെ ഈ ഒരു എക്സാം കഴിയുന്നതോട് കൂടി നമുക്കിങ്ങനെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയണം, ഞാൻ കേട്ടിട്ട് എഴുതി കിട്ടിയിട്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പറയാൻ കഴിയണം. അപ്പൊ അത് നമ്മൾ എന്ത് ഇപ്പൊ തന്നെ നമ്മൾ അത് മനസ്സിൽ കാണുക, എന്ത് കേട്ടിട്ട് ഞാൻ ക്വാളിഫൈ ചെയ്തു. അതിങ്ങനെ നമ്മളെ പലരെയും അറിയിച്ച് നമ്മെ പലരും വിഷ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പഠന രീതിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ മൈൻഡ് അതിന് റെഡി ആയിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും കാണാം. അതേപോലെ മറ്റൊന്ന്, ഇപ്പോ നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പൊ അതിനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നറിയില്ല, കാരണം പലരും പല ഏജ് ആയിരിക്കും. എന്നാലും നിങ്ങളുടെ മുമ്പ് നിങ്ങളിപ്പോ ഈ കേട്ടിട്ട് എഴുതാൻ ഉള്ള ക്വാളിഫിക്കേഷൻ, ഇപ്പൊ പിന്നെ DLED ഒക്കെ നിർബന്ധമായി തുടങ്ങി. അപ്പൊ അതിന് മുമ്പ് ഉള്ള പല ആളുകൾക്കും അറിയാം, ഈ DLED നിർബന്ധമാകുന്നതിന് മുമ്പ് ഇപ്പൊ ഒരു പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ ഡിഗ്രി എടുത്ത ആളുകൾ ഉണ്ടാവും, പ്രിലിമിനറി എടുത്ത ആളുകൾ ഉണ്ടാവും. അവരിൽ പലരും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത് ഒരുപക്ഷെ ഇപ്പൊ ജോലിയിൽ കയറിയ ആളുകൾ ഉണ്ടാവും അല്ലെ. പക്ഷെ അന്ന് നമുക്കും ഇതേപോലെ എന്തുണ്ട്, ഒരു ഡിഗ്രി നമുക്കുണ്ടായിരുന്നു, പ്രിലിമിനറി നമുക്കുണ്ടായിരുന്നു, അതേപോലെ തന്നെ കേട്ടിട്ട് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ ചില അശ്രദ്ധ കാരണോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ അന്നത്തെ എന്തെങ്കിലും ചെറിയ ചില പ്രയാസങ്ങൾ കാരണം നമ്മൾ എഴുതാത്തത് കാരണം, അത് ലവ് എന്ന ഒരു വാക്ക് അറബിയിൽ, ആ ഒരു വാക്ക് നമ്മൾ പറയരുത് എന്നാണ് ഇപ്പൊ ഇസ്ലാമികമായിട്ട്. എന്നാലും ഞാൻ പറയാണ്, എന്ന് വെച്ചാൽ അതായത് അന്ന് നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ കാരണം ഇന്ന് നമ്മോടൊപ്പം പഠിച്ച പല ആളുകളും PSC വഴി ജോലിയിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ പ്രവേശിക്കാനിരിക്കുന്നു. പക്ഷേ ഇപ്പോ നമുക്ക് ആ ഒരു PSC എഴുതാനുള്ള തടസ്സമുള്ളത് ഈ കേട്ടിട്ടാണ്. പക്ഷെ ഇനി ഒരു അടുത്തൊരു ടേമിൽ PSC വിളിക്കുന്ന സമയത്ത് നമുക്ക് തടസ്സമായി എന്തുണ്ടാവരുത്, കേട്ടിട്ടുണ്ടാവരുത്. അപ്പൊ അതിന് നമ്മൾ ഇപ്പൊ തന്നെ തീരുമാനിച്ച് പഠിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പ്, അതിന്റെ ആ നോമ്പിൻ്റെതായ ചൈതന്യം കാത്തു സൂക്ഷിച്ച് ആരാധനകളൊക്കെ മുഴുകാം, ആരാധനകളിലൊക്കെ മുഴുകാൻ സാധിക്കും. അതോടൊപ്പം ഒരു സമയം, നമുക്ക് ചെറിയൊരു സമയം ഈ ഒരു കേട്ടിട്ടിന് പഠനത്തിന് വേണ്ടിയിട്ടും മാറ്റിവെക്കാൻ യാതൊരുവിധ പ്രയാസം ഉണ്ടാവില്ല. അതാ നേരത്തെ സുലൈമാൻ സാറ് സൂചിപ്പിച്ചത്. ഞങ്ങളൊക്കെ ഒരു സമയത്ത് ഇതേപോലെ നെറ്റിന് പ്രിപ്പറേഷൻ നമ്മൾ സജീവമായിട്ട് അരമുറുക്കി ഇറങ്ങിയപ്പോഴാണ് അതേ സമയത്ത് നോമ്പ് വരുന്നത്. സ്വാഭാവികമായിട്ടും നോമ്പിൻ്റെതായ ആ ഒരു വശങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു
പഠനത്തിന് കൂടി നമ്മൾ എന്ത് ചെയ്തു, അന്ന് സമയം കണ്ടെത്തിയതിന്റെ ഫലം അൽഹംദുലില്ലാ ആ ഒരു സമയത്ത് നടന്ന നെറ്റിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പൊ അതേപോലെ നിങ്ങൾക്കും ഈ ഒരു പോസിറ്റീവായിട്ട് ഈ ഒരു വേനൽ ചൂടിലും ഈ ഒരു നോമ്പ് കാലത്തും ഇൻഷാ അള്ളാ പഠനവുമായി മുന്നോട്ട് പോവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ ഇൻഷാ അള്ളാ നമുക്ക് സംസാരിക്കാം. എന്തായിരുന്നാലും ഇത്തവണ നമ്മളെല്ലാവരും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യും എന്നുള്ള ഉത്തമമായ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെ പഠന വീതിയിലേക്ക് ഇറങ്ങുക. ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഫോക്കസ് അഡ്മിൻസ്, മറ്റു ഫോക്കസ് അക്കാഡമിയിൽ പുതിയതായിട്ട് കാറ്റപ്പിന് വേണ്ടി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കേറ്ററ്റിന്റെ പുതിയൊരു ബാച്ചിന്റെ തുടക്കത്തിലാണ്. നമുക്കറിയാം, കേറ്ററ്റ് എന്നാൽ ഒരുപാട് നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരുപാട് അവസരങ്ങളിലേക്കുള്ള ഒരു താക്കോലാണ്. തൊട്ടടുത്ത് അഫ്സൽ ഒന്ന് മ്യൂട്ടാക്കണേ. അഫ്സൽ, നമുക്കറിയാം ഒരുപാട് അവസരങ്ങളുടെ ഒരു താക്കോലാണ് കേറ്ററ്റ്. നമുക്ക് മുന്നിൽ ഒരുപാട് PSC വരാനുണ്ട്. ആ PSC എക്സാമിനൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ കേറ്ററ്റ് വേണം. അതിനു പുറമെ നമുക്ക് മുന്നിൽ ഒരുപാട് വലിയ വലിയ എക്സാമുകൾ, നെറ്റ്, JRF പോലത്തെ ക്വാളിഫിക്കേഷൻ ലഭിക്കുന്ന എക്സാമുകൾ വരാനുണ്ട്. അതിലേക്കുള്ളൊരു ആദ്യ പടിയുമാണ് കേറ്ററ്റ്. ദീർഘമായി ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല. നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ സിലബസ് ആണ്. നമ്മൾ എന്തൊക്കെ ഏരിയ അതിൽ പഠിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഈ എക്സാമിന് എന്തൊക്കെ പഠിക്കണമെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സാമിന്റെ ഓൾഡ് ക്വസ്റ്റ്യൻസ് നന്നായി അവലോകനം ചെയ്യണം. അവസാനം നടന്ന എക്സാമുകളിലെയും അതിന്റെ മുൻപ് നടന്ന എക്സാമുകളിലെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം, നന്നായി നോക്കി പഠിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ സജീവമായി ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫോക്കസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ മുൻ ബാച്ചിലൊക്കെ ഉള്ളവർക്കറിയാം, സിലബസ് അടിസ്ഥാനത്തിൽ മുൻ ക്വസ്റ്റ്യൻസ് നന്നായി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കേറ്ററ്റ് അടക്കമുള്ള എല്ലാ ക്ലാസ്സുകളും മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഷെഡ്യൂൾ ഗ്രൂപ്പിൽ അഡ്മിന്മാരെ അറിയിക്കും. വരും ദിവസങ്ങളിൽ തന്നെ ആദ്യം നമ്മൾ കേറ്ററ്റിന്റെ ഓൾഡ് ക്വസ്റ്റ്യൻ, ഏറ്റവും അവസാനം നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ തുടങ്ങുക. എത്ര വലിയ റിസർച്ച് ആണെങ്കിലും നമ്മൾ തുടങ്ങേണ്ടത് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ്. അതുപോലെ കേറ്ററ്റും ഇൻഷാല്ലാഹ് നമ്മൾ വരും ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ആരംഭിക്കും. ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, ഫോക്കസ് കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ ഉള്ള സ്റ്റുഡൻസിന് പലരും ഇതിലുണ്ട്, പലർക്കും അറിയാം. നമ്മളിൽ ആദ്യമായി കേറ്ററ്റ് എഴുതുന്നവരുണ്ടാവും, ജസ്റ്റ് ക്വാളിഫിക്കേഷൻ കിട്ടി ഇപ്പൊ എഴുതുന്നവരുണ്ടാവും, പലതവണ എഴുതിയവരുണ്ടാവും, ഒരുപാട് ടൈം കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ കേറ്ററ്റ് എഴുതുന്നവരുണ്ടാവും. അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളും ഉണ്ടാവും. നമ്മുടെ ഫോക്കസിന്റെ ക്ലാസ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, എല്ലാവർക്കും നല്ല രൂപത്തിൽ മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അതോടുകൂടെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോക്കസിന്റെ നോട്ട് നന്നായി പഠിച്ചവർക്ക് ഈസിയായി കേട്ടറ്റ് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്റ്റഡി മെറ്റീരിയൽ നന്നായി ഉപയോഗപ്പെടുത്തണം. ജസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഫോക്കസിൽ മെമ്പർ ആണെന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കേട്ടറ്റ് തരാൻ പരീക്ഷാ ഭവൻ തയ്യാറാവൂല. മറിച്ച് നമ്മൾ തരുന്ന നോട്ട് നന്നായി വായിക്കുകയും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെയൊക്കെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട്, ഇന്ന് ചർച്ച ചെയ്യാൻ പല വഴികളുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയും
ഒക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ തന്നെ മുന്നോട്ട് പോവുക. പഠനം നാളേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇന്നിപ്പോ നോമ്പ് 1 അല്ലേ, നോമ്പ് 2 അല്ലേ, നോമ്പ് ആദ്യ വീക്കല്ലേ, അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം, അടുത്ത ദിവസം മുതൽ തുടങ്ങാം എന്നത് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഒരാളുടെ സ്വഭാവമല്ല. അതുകൊണ്ട് ക്ലാസ് നമ്മൾ ഉടൻ ആരംഭിക്കും. ഉടൻ ആരംഭിക്കുമ്പോൾ അന്ന് മുതൽ തന്നെ നിങ്ങൾ നന്നായി പഠിച്ചു പോവാം. നോമ്പൊക്കെ ഉണ്ടാകും, നല്ല ചൂടായിരിക്കും, പക്ഷെ അതിനേക്കാൾ വലിയ ചൂട് നമ്മളെ മനസ്സിലുണ്ടാകും. ഈ വരുന്ന കാറ്റഗറി തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയണം. വലിയ വലിയ അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വി ക്യാൻ ടുഗദർ. വഫഖല്ലാഹു വയ്യാന ലിമറലാത്തിഹി. ശുക്രൻ ഇസ്തിമാഅക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേട്ടിട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതും അപ്പൊ അതാത് സമയത്ത് ആവശ്യമുള്ള ഡൗട്ടുകളൊക്കെ അഡ്മിന്മാർ ആരോട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരുന്നതുമാണ് എന്ന് സൂചിപ്പിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.